ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്ന് നമ്മൾ ക്ലീൻ ആക്കിയതില്ല ഈ ഒരു ഏരിയ മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് അകത്ത് കുറച്ച് അധികം പണികളുണ്ട്. അപ്പോൾ ഇന്ന് അകത്താണ് ശരിയാക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മാസം പകുതിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ നോമ്പ് വരികയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കിങ്ങനെ തിരക്കില്ലാത്ത സമയത്ത്, ആൾക്കാരൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കുറച്ചായിട്ട് ചെയ്യാനായി അകത്ത് കുറച്ചധികം പണിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തീരുമെന്ന് അറിയില്ല. കുറച്ചായിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അന്നത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ ഫുൾ മാറാലൊക്കെ തട്ടിയിട്ട് പൊടി തട്ടിയിട്ട് പിന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അകത്ത് നമുക്ക് മെയിനായിട്ട് റെഡിയാക്കാനുള്ളത് സ്റ്റോക്ക് വെക്കുന്ന ഏരിയ ആൻഡ് സ്റ്റെറിലൈസേഷൻ റൂമാണ്. അവിടെ ഈ രണ്ട് സ്ഥലത്താണ് കുറച്ച് അധികം പൊടികളും സാധനങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അല്ലേ പ്രഭു? യു എക്സൈറ്റഡ് ക്ലീൻ ആക്കാൻ? അപ്പം എന്താ പറയുക, നമ്മൾ 3 ആളുണ്ട്, അതുകൊണ്ട് തന്നെ പണികൾ പെട്ടെന്ന് തീരും. അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ. ഹലോ, ഞങ്ങളന്ന് ക്ലീനിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ വേറെ വിളിക്കാനാണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങോട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഓൾറെഡി ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു അകത്ത് റെഡിയാക്കാൻ. ഇപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ 11 മണിയാണ് സമയം. അപ്പോൾ തുടങ്ങി 12 മണിക്ക് കഴിയും. പിന്നെ നമ്മൾ 3 ആളുള്ളത് കൊണ്ടും പിന്നെ അധികം ഇല്ല. നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ ഭാഗങ്ങൾ ചെയ്യാം. കംപ്ലീറ്റ് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പക്ഷേ ഇത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ക്ലീനിങ് വീഡിയോ ഇനി എടുക്കില്ല കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ എന്താ പറയുക, ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടും ഉള്ളതും കാണിച്ചു തരാം. ഇതാണിപ്പോൾ നമ്മുടെ മെയിൻ സ്റ്റോക്കൊക്കെ വെക്കുന്ന ഏരിയ. ഈ ഒരു ഏരിയ ക്ലീൻ ആക്കുന്നതിനെ പറ്റിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുറമെ കാണുമ്പോൾ നല്ല ക്ലീൻ ആണെങ്കിലും ഇതിൻ്റെ അകത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ആകെ സാധനങ്ങളാകെ അങ്ങോട്ടും ഇങ്ങോട്ടും പരന്ന് നല്ല തിരക്ക് വരുമ്പോൾ നമുക്കിതൊന്നും എന്താ പറയുക, അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ. അപ്പോൾ എല്ലാം നമുക്ക് എടുത്ത് പൊടി തട്ടി എല്ലാം വൃത്തിയാക്കി വെക്കണം. അപ്പോൾ എല്ലാ കബോർഡും ഞാനിങ്ങനെ വേറെ കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തു നിന്നൊന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയില്ല. പെട്ടെന്ന് ഉള്ള പണികൾ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഫസ്റ്റ് കബോർഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ അത്യാവശ്യം വേണ്ട റെസ്റ്റോറേഷൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതും അതൊക്കെ ഞാൻ ആദ്യം ക്ലീനാക്കി. 2 വെൽപ്പം ആദ്യം ക്ലീനാക്കി. എന്നിട്ട് പിന്നെ ഇതായി ഒരു താഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് നല്ല പൊടിയുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓരോരോ ഇപ്പോൾ ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ സാധനങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ക്ലീനാക്കി അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം തുടച്ച് ഇതാക്കിയാണ് തന്നെ ഒരു ഭാഗത്ത് വരുന്നതൊക്കെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാം ഞാൻ ഓരോരോ ഇതിൽ വേറെ സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടേക്ക് ആവശ്യമുള്ള മാറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ടർക്കികൾ, ഇങ്ങനെ തുടയ്ക്കുന്ന തുണികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് സ്റ്റോക്ക്, ഇത് മെയിൻ സ്റ്റോക്ക് ഏരിയയാണല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ക്ലീനിങ് ചെയ്യുന്നത്. ഞാനപ്പോൾ കുറച്ച് എന്താ പറയുക, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്കൊക്കെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക കുറച്ചൊക്കെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാം വന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ ഭാഗം വെച്ച് ഇങ്ങനെ ക്ലീനാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക പേഷ്യൻസ് വന്നു. അത് കാരണം പിന്നെ ഒരു പണി നടന്നില്ല ഗൈസ്. ക്ലീനിങ് എന്ന് ഉദ്ദേശിച്ച പോലെ നടന്നില്ല ഫ്രണ്ട്സ്. കുറച്ചൊക്കെ റെഡിയാക്കി. അപ്പോൾ തന്നെ ഒരു ചെയർ കുറച്ച് ഓണാവാത്തൊരു പ്രോബ്ലം വന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി വെച്ച് തൽക്കാലം നമ്മൾ കബോർഡൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ മാറാല തട്ടിലും പൊടി തട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫാന് റെഡിയാക്കുക, അതേപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ റൂമും റെഡിയാക്കുക. ഇതൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. നിർഭാഗ്യവശാൽ പറ്റിയില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിതുപോലത്തെ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.